നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മൂവാറ്റുപുഴ നഗരസഭയിലെ ഭരണസ്തംഭനത്തിന് കാരണം നഗരസഭാ ചെയർപേഴ്സന്റെ ധാർഷ്ട്യവും ഏകാധിപത്യവുമാണെന്ന് CPIM മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റി. നഗരസഭാ ഭരണസമിതി നിലപാട് മാറ്റിയില്ലെങ്കിൽ ശക്തമായി പ്രതിഷേധിക്കുമെന്ന് ഏരിയ സെക്രട്ടറി അനീഷ മാത്യു. മൂവാറ്റുപുഴ നഗരസഭയിലെ ഭരണസ്തംഭനത്തിന് കാരണം നഗരസഭാ ചെയർപേഴ്സന്റെ ധാർഷ്ട്യവും ഏകാധിപത്യവുമാണെന്ന് CPIM മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റി ആരോപിച്ചു. നിയമവിരുദ്ധമായി പ്രവർത്തിക്കാത്തതിനാണ് സെക്രട്ടറിക്കെതിരെ നടപടിയെടുക്കാൻ ചെയർപേഴ്സൺ തയ്യാറായതെന്നും ഇതിനായി കൗൺസിൽ പ്രമേയം കൊണ്ടുവന്ന് ചർച്ച നടത്താതെ UDF പാസാക്കുകയായിരുന്നുവെന്നും CPIM മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി അനീഷ് M. മാത്യു പറഞ്ഞു. നമ്മൾ ഈ വിഷയം അന്വേഷിക്കുമ്പോൾ മുനിസിപ്പൽ സെക്രട്ടറിയെ ഉൾപ്പെടെ ഭരണസമിതിയുടെ ഇഷ്ടത്തിന് അനുകൂലമായ കാര്യങ്ങൾ നടത്തുന്നതിന് കൂട്ടുപിടിച്ചില്ല എന്നതിൻ്റെ പേരിലാണ് മുനിസിപ്പൽ സെക്രട്ടറിയെ നിരന്തരമായി ഹരാസ് ചെയ്യുകയായിരുന്നു. അതിനെ തുടർന്നാണ് മുനിസിപ്പൽ സെക്രട്ടറി ദീർഘകാലം ലീവ് എടുത്തു പോയത്. മുനിസിപ്പാലിറ്റിയിൽ ഒഴിവ് വരുന്ന പ്രധാനപ്പെട്ട ഒഴിവുകളൊക്കെ തന്നെ അത് PSCക്ക് റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി ജോലി കൊടുക്കേണ്ട വേക്കൻസികൾ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലേക്ക് അതിൻ്റെ ലിസ്റ്റ് കൊടുക്കാൻ പാടില്ല എന്നതൊക്കെ തന്നെയാണ് മുനിസിപ്പാലിറ്റിയുടെയും ചെയർപേഴ്സൻ്റെയും നിലപാട്. ഇതിന് കൂട്ടുനിന്നില്ല എന്നുള്ളതാണ് മുനിസിപ്പൽ സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥർ ചെയ്ത തെറ്റ്. ഇതിപ്പോൾ നമ്മൾ കണ്ടു, കഴിഞ്ഞ ദിവസം മുനിസിപ്പൽ സെക്രട്ടറിക്കെതിരായി ഒരു അവിശ്വാസ പ്രമേയം വയ്ക്കുകയാണ്. ആ അവിശ്വാസ പ്രമേയം വെച്ചതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ ചർച്ചയ്ക്ക് പങ്കെടുക്കാൻ പോലും പ്രതിപക്ഷത്തെ അനുവദിക്കാത്ത സമീപനമാണ് ഭരണസമിതി അംഗങ്ങൾ എടുക്കുന്ന നിലപാടെടുക്കുന്നത്. ചെയർപേഴ്സന്റെയും ചില സ്ഥിരം സമിതി അധ്യക്ഷരുടെയും ഭീഷണിപ്പെടുത്തൽ മൂലം കോൺഗ്രസ് അനുകൂല സംഘടനാ ജീവനക്കാർ വരെ സ്ഥലമാറ്റത്തിന് അപേക്ഷ നൽകിയിരിക്കുകയാണ്. ചിലർ ദീർഘകാലത്തേക്ക് അവധിയിലുമാണ്. ഇതുമൂലം നഗരസഭ ഭരണസ്തംഭനത്തിലാണെന്നും അനീഷ മാത്യു പറഞ്ഞു. അതുമാത്രമല്ല, ഇപ്പോൾ മഴക്കാലവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മഴക്കാലപൂർവ്വ ശുദ്ധീകരണം നടത്തണം, വഴിവിളക്കുകൾ, റോഡിൻ്റെ അറ്റകുറ്റപ്പണികൾ എന്ന് തുടങ്ങി നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട നഗരസഭ കൗൺസിൽ യോഗം മാത്രം ചേർന്ന് കാര്യങ്ങളെല്ലാം രേഖയിൽ മാത്രമാക്കി അവസാനിപ്പിച്ച് പോകുന്ന സമീപനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ നാട്ടിലെ ജനങ്ങളോടുള്ള വലിയ വെല്ലുവിളിയാണ്. അത് സ്റ്റേറ്റ് ഭരണത്തിൻ്റെയും മുനിസിപ്പൽ ഭരണത്തിൻ്റെയും ചുവട് പിടിച്ച് എന്ത് തോന്നിയവാസവും മുനിസിപ്പാലിറ്റിയിൽ കാട്ടിക്കൂട്ടാം എന്നുള്ള സമീപനം ശരിയല്ല. നമ്മൾ എടുത്തു നോക്കിയാൽ നമുക്കറിയാം, സ്റ്റീൽ ലോഡ്ജ്, മുനിസിപ്പൽ പാർക്ക്, അതുപോലെ തന്നെ റോഡുകൾ, അറ്റകുറ്റപ്പണികൾ തീർക്കേണ്ട മറ്റ് നമ്മുടെ വികസനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തരത്തിലുള്ള മഴക്കാലപൂർവ്വ ശുദ്ധീകരണം, ഇത്തരത്തിലുള്ള ഒരു വർക്കുകളും നടക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതിന് നേതൃത്വം കൊടുക്കേണ്ട ഉദ്യോഗസ്ഥർ, ഇപ്പോൾ കോൺഗ്രസ് അനുകൂല സംഘടനയിൽപ്പെട്ട ആളുകൾ ഉൾപ്പെടെ ലോങ് ലീവ് എടുത്ത് പോയേക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതിന് അറുതി വരുത്താൻ മുനിസിപ്പൽ ഭരണാധികാരികൾ വേണ്ട നിലപാടെടുത്തില്ലെങ്കിൽ ശക്തമായിട്ടുള്ള പ്രക്ഷോഭവുമായിട്ട് LDFന് മുന്നോട്ട് പോകേണ്ടി വരും എന്നുള്ളതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത്. നഗരസഭാ ഭരണസമിതി നിലപാട് തിരുത്തിയില്ലെങ്കിൽ ശക്തമായി പ്രതിഷേധിക്കുമെന്നും അനീഷ മാത്യു കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. പഠനത്തിനപ്പുറം ജീവിതം തൊട്ടറിയാം, ഭാവിയെ രൂപപ്പെടുത്തുന്ന അറിവിന്റെ തിരുമുറ്റം നിർമ്മല കോളേജ് മൂവാറ്റുപുഴ. റാങ്കുകളുടെ തിളക്കമാർന്ന പാരമ്പര്യം, NAC A++ മികവിന്റെ കരുത്തിൽ വിജയത്തിലേക്കുള്ള നിങ്ങളുടെ ഉറച്ച ചുവടുവെപ്പ്. ഇവിടെ സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട്. നിങ്ങളുടെ സർഗാത്മകതയെ ലോകത്തിന് മുന്നിലെത്തിക്കാൻ നിർമ്മല കൂടെയുണ്ട്. വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ.